ഹലോ! ഇന്ന് ഒരു തനി നാടൻ രുചിയിൽ ഒരു മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഈ കുമ്പളങ്ങ വേവിക്കാൻ വെക്കുന്നത്. കൂടെ 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പാകത്തിന് വെള്ളവും ചേർത്ത് ഇത് അങ്ങോട്ട് വേവിച്ചെടുക്കണം. ഒരു ഏകദേശം 2 വിസിൽ മതിയാകും. ആ 2 വിസിലിനുള്ളിൽ നമുക്ക് ഈ കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം ജീരകവും ഒരു മുറി തേങ്ങ ചിരണ്ടിയതോടും കൂടി ചേർത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങയിലേക്ക് ഈ തേങ്ങയുടെ അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, കുമ്പളങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വിസിലേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ കറിച്ചട്ടിയിൽ വെക്കാത്തത് നമുക്ക് പെട്ടെന്ന് കുമ്പളങ്ങയൊക്കെ വേവിച്ച് കിട്ടാൻ കുക്കറാണല്ലോ നല്ലത്. ഇപ്പോഴാണെങ്കിൽ ഗ്യാസിനും ക്ഷാമം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നല്ല കട്ടിത്തൈര് എടുക്കണം കേട്ടോ. ആ നല്ല കട്ടിത്തൈര് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടി നല്ല പോലെ കിട്ടുന്നതാണ്. ഇനി ഈ നന്നായി കട്ട ഉടച്ചെടുത്ത മോര് നമുക്ക് തിളച്ച ഈ തേങ്ങ അരപ്പിലേക്കും കുമ്പളങ്ങയിലേക്കും ചേർത്ത് കൊടുത്ത് ഈ മോര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തെടുക്കണം. ഇതിനു വേണ്ടി ചെറിയ ഉള്ളി, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുകിട്ട് ആദ്യം പൊട്ടിക്കാവുന്നതാണ്. കടുക് നന്നായി പൊട്ടി വന്നാൽ ഇതിലേക്ക് ഉലുവയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി പൊട്ടിച്ചെടുക്കണം. ഉലുവയും നന്നായി പൊട്ടി വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയുടെയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കണം. എല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഏകദേശം കരിച്ച് കളയരുത് കേട്ടോ. ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ മൂപ്പിച്ചെടുത്താൽ മതി. എന്നാൽ കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കളറിനാവശ്യത്തിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയോടെയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയോടെ ചേർത്ത് അങ്ങ് എടുത്താൽ നല്ല രുചിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. പണ്ട് ഞങ്ങളുടെ വീട്ടിലെ തൊടികളിലൊക്കെ ആദ്യം ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ കുമ്പളങ്ങ. അപ്പോൾ എന്നും എന്തെങ്കിലും ചാറുകറി വേണമെന്ന് വെച്ചാൽ കുമ്പളങ്ങ കൊണ്ട് ആദ്യം മോരൊഴിച്ച് അങ്ങ് കറി വയ്ക്കും. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക്. കാരണം ഒരു പപ്പടമൊക്കെ കൂട്ടി അങ്ങ് പൊട്ടിച്ച് കഴിച്ചാൽ മോര് കറി തന്നെ ധാരാളമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് കറിയും ഒരു മുട്ട വറുത്തതും ഇഞ്ചി കറിയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.